ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് സാംസങ്ങിൻ്റെ അൺപാക്ക്ഡ് ഇവൻറ്റ്. അതായത് സാംസങ്ങിൻ്റെ S25 സീരീസ് ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. S25 സ്ലിം ഉണ്ടാവുമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, വരൂല എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലും ചില കൺട്രീസിൽ മാത്രം വരുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രിത്തോടെ അറിയാം. വലിയ മാറ്റങ്ങളൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും സ്നാപ്ഡ്രാഗൺ 80 ചിപ്സെറ്റും ഡിസൈനൊക്കെ എപ്പോഴും നമ്മൾ റൂമേഴ്സൊക്കെ കാണുന്ന ലീക്സൊക്കെ കാണുന്ന ഡിസൈനൊക്കെ ആയിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഡിസൈൻ ചേഞ്ചൊന്നും ഇത്തവണയും ഇല്ല. ബാക്കിയുള്ള ചെറിയ ഇപ്പോൾ ഐഫോണൊക്കെ ഇറക്കുന്ന പോലെ ചെറിയ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. വലിയ ഗംഭീരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവില്ല. സ്ലിം ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നോർമൽ. പിന്നീട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ഇൻട്രാ സർക്കിൾ റോമിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം. അതായത് ഇപ്പം നിങ്ങൾ ജിയോ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഈ ലൊക്കേഷനിൽ ജിയോക്ക് റേഞ്ച് കുറവാണ്. ബട്ട് എന്നാൽ പോലും ബാക്കിയുള്ള എയർടെൽ BSNL ടവർ ഇവിടെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പുതിയ ടെക്നോളജി ഇപ്പം ജിയോയിലും എയർടെലും BSNL VI പിന്നെ ഏത് സമയത്തും VIനെ കാണാറേയില്ല. അപ്പം അത് അവരൊന്നുമില്ല. ബാക്കി ഈ സിമ്മൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന ലൊക്കേഷനിൽ ബാക്കിയുള്ള നെറ്റ്വർക്ക് ടവേഴ്സ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് എന്ന് വെച്ചാൽ എല്ലാ ടവറിലും കിട്ടണമെന്നില്ല. ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ടവേഴ്സിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 4G നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ BSNL യൂസ് ചെയ്യുന്നവർക്ക് ഒട്ടുമിക്ക സമയത്തും ഈ പറയുന്ന നെറ്റ് കിട്ടാത്തൊക്കെ ഇഷ്യൂ ഉണ്ട്. അപ്പം ജിയോ ടവറൊക്കെ അടുത്തുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഇനി തൊട്ട് വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് സെറ്റിങ്സ് പോയിട്ടൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഏതിലൊക്കെ ഷെയർ ചെയ്യണം, ഇൻസ്റ്റാഗ്രാം വേണോ ഫേസ്ബുക്കൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഇടുന്ന ആ ഒരു ടൈം പീരീഡിൽ തന്നെ നേരെ അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ടൈം കുറച്ചും കൂടി ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇനി അതിലേക്ക് പോയിട്ട് അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അപ്ലോഡ് ആവുന്നതായിരിക്കും. പിന്നീട് ഓപ്പോയുടെ Find N5 എന്ന ഫോൾഡബിൾ ഫോണിനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. ഈ പുതിയതായിട്ടുള്ള ലീക്സ് ആയിട്ടുള്ള ഫോട്ടോസ് ആ ഒരു ഫോണിൻ്റെ വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം ഒരു രണ്ട് കോയിൻ എടുത്ത് വെച്ച്, ഇന്ത്യൻ കോയിൻ അല്ല കേട്ടോ, അത് ചൈനീസ് യുവാനാണ്. അപ്പം ആ കോയിൻ്റെ ആ ഒരു തിക്നെസ് അളവ് എത്രത്തോളം തിരിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വരുന്നത്. അപ്പം അത്രക്കും തിക്നെസ്സൊക്കെ കുറഞ്ഞ കാണാൻ തന്നെ നല്ല രസമൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു എഡ്ജസും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര പ്രീമിയം ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചില IP സർട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. IPX9 സർട്ടിഫിക്കേഷനാണ് ഈ ഒരു ഫോൾഡബിൾ ഫോണിന് വരുന്നത്. സോ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. സോ വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു ഫോണായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. സ്പെസിഫിക്കേഷൻ വൈസ് അല്ല, എന്നാലും ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ OnePlus ഒക്കെ ഇറങ്ങിയ സമയത്തും ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെത്തിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അനൗൺസ്മെൻറ്റ്, ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതായത് ഇനി ഈ പറയുന്ന ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ അവിടെ പുതിയ ഫോൺസൊക്കെ ലോഞ്ച് ചെയ്യും. അതായത് നത്തിങ് ഫോൺ 3A, അതുപോലെ 3A+ ഉണ്ടാവും. ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസും ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വലിയ പ്രൈസൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഒരു 50,000-60,000 രൂപയുടെ ഒക്കെ ഫോൺ. ഇപ്പം IQ13 അതുപോലത്തെ ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഫോൺസ് ആയിരിക്കും. 1 ലക്ഷം 1.5 ലക്ഷം രൂപയിലേക്കൊന്നും അവരങ്ങനെ ഫസ്റ്റിലേ പോവില്ല. കാരണം ആരും വാങ്ങത്തില്ല അങ്ങനെ പ്രൈസ് കൂട്ടിയാൽ. ഒരു 50,000 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളൊരു ഫോണൊക്കെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. നത്തിങ്ങിൻ്റെ UIയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഭയങ്കര സ്മൂത്താണ്, നല്ല ഫോൺസാണ്, കുഴപ്പമൊന്നും പറയാം. പിന്നെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യത്തിലാണ് ഒരു ഇഷ്യൂ ഉള്ള. പുതിയ ബ്രാൻഡാണ്, അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാ സ്ഥലത്തും സർവീസ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ വരില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുഴപ്പങ്ങളൊന്നും ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ബാക്കിയുള്ളവന്മാരെ സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നവരെ ഫോൺസിനാണ് ഈ പറയുന്ന ഇതൊക്കെ വരുന്നത്. പിന്നെ റിയൽമിയുടെ P3 Pro ഈ മാസം ലാസ്റ്റ് തന്നെ, P3 Pro അല്ല P3 Ultra ഈ മാസം ലാസ്റ്റ് തന്നെ വരുന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഫോണും കൂടെ ഈ മാസം വരുന്നുണ്ട്. പിന്നെ IQ ഫോൺസിൽ അപ്ഡേറ്റ് ഒന്നും ഇല്ലേ എന്നുള്ളത് കഴിഞ്ഞ വീട്ടിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് IQയുടെ ഫോൺസ് വരുന്നുണ്ട് ഈ മാസം ലാസ്റ്റൊക്കെ ഒരു അനൗൺസ്മെൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ചില ഫോൺസ് അവർ വരേണ്ടതാണ്. അടുത്ത മാസം എന്തായാലും IQയുടെ പുതിയ ഫോൺസൊക്കെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, നമ്മൾ 8 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്.
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, അല്ലാതെ ചെയ്തിട്ട് വെറുതെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് അങ്ങനെ പെട്ടെന്ന് കാണാറില്ല. ഒന്നാമത് കാര്യം റിക്വസ്റ്റ് പോയി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ അധികം വരാത്തതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ആയിട്ട് കുറച്ച് മെസ്സേജൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പം അയച്ചോളും, ഞാൻ അതിനുള്ള റെസ്പോൺസ് എന്തായാലും തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.